Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Determine the Fourier sine transform of f of x equal 3x 0 less than x less than 6. ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ ആദ്യം തന്നെ ഫോർമുല എഴുതുക. fs of s is equal to root of 2 by pi integral 0 to infinity f of x sin sx dx. First we write the formula. Root of 2 by pi integral 0 to infinity f of x sin sx dx. Then this is equal to root of 2 by pi. But function limit എന്താണ്? Lower limit 0, upper limit 6. f of x എന്താണ്? 3x sin sx. ഇത് നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ n റൂട്ട് ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ റൂട്ട് ഓഫ് 2 by pi ഫസ്റ്റ് ഫംഗ്ഷൻ ആദ്യം പ്ലസ് ആണ് 3x ഇൻടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. sin sx ന്റെ ഇന്റഗ്രൽ എന്താണ്? sin sx ന്റെ ഇന്റഗ്രൽ മൈനസ് cos sx ബൈ sin sx ന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് cos sx ബൈ s മൈനസ് 3x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 മൈനസ് cos sx ബൈ s എന്താണ്? മൈനസ് sin sx ബൈ s സ്ക്വയർ. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 6. നമ്മൾ ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്തു. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 3x നെ ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തു, sin sx നെ സെക്കൻഡ് ഫംഗ്ഷൻ എടുത്തു. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ 3x ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ sin sx ഇന്റഗ്രൽ എന്താണ്? മൈനസ് cos sx ബൈ s മൈനസ് 3 ഇൻടു 3x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 ഇൻടു 1. ഇനി ഈ മൈനസ് cos sx ബൈ s ന്റെ ഇന്റഗ്രേഷൻ എഴുതാം. അപ്പോൾ മൈനസ് sin sx ബൈ s സ്ക്വയർ. ഒരു s കൂടി ഉണ്ട്, ഒരു s കൂടി വന്നപ്പോൾ s സ്ക്വയർ. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 by pi അപ്പർ ലിമിറ്റ് 6 അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഇവിടെ x ന് പകരം 6 കൊടുക്കുമ്പോൾ 18 ഇൻടു മൈനസ് 18 ഇൻടു cos x നമ്മൾ cos 6x by s. ഫസ്റ്റ് ടൈം നമുക്ക് എന്താ കിട്ടുന്നത്? ഫസ്റ്റ് ടൈം വിൽ ബി മൈനസ് 18 ഇൻടു cos 6x by s പ്ലസ് 3 ഇൻടു ഇവിടെ എന്താ കിട്ടുന്നത്? sin sx പ്ലസ് 3 ഇൻടു sin 6x by s. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. രണ്ടാമത്തെ കേസിൽ 0. കാരണം ആദ്യത്തെ കേസിൽ ഇവിടെ x 0 കൊടുക്കുമ്പോൾ 0 ആയിപ്പോൾ രണ്ടാമത്തെ കേസിൽ sin 0 0. ഇനി അതൊന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ fs of s is equal to Fourier sine transform is equal to root of 2 by pi ഇനി ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് LC എടുക്കാം. കോമൺ ആയിട്ട് x ചെയ്തെടുക്കണ്ടേ? s സ്ക്വയറിന്റെ LC എടുക്കാം. s സ്ക്വയറിന്റെ LC എടുക്കാം. s സ്ക്വയറിന്റെ LC എടുക്കാം. മൈനസ് 18s cos 6x ഇവിടെ വരുമ്പോഴോ പ്ലസ് 3 sin 6x. That is ഇങ്ങനെ എഴുതാം. root of 2 by pi into 3 sin 6x minus 18s cos 6x divided by നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ എന്താണ്? The final answer will be 3 sin 6x minus 18s cos 6x by s square എന്നാണ് നമുക്ക് അവസാനം ഇതിന്റെ ആൻസർ കേട്ടോ. ഇനി വേണമെങ്കിൽ 3 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 3 പുറത്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ എത്തിച്ചേരും. ഫൈനൽ ആൻസർ root of 2 by pi 3 sin 6x minus 18s into cos 6x by s square. ഇത് ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതാം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിനെ റെപ്രസെന്റ് ചെയ്തത് fs of s എന്നാണ്. കൊസൈൻ ട്രാൻസ്ഫോം ആണെങ്കിലോ fc of s എന്നാണ്. അപ്പൊ ആദ്യം ഫോർമുല എഴുതാം. ഫോർമുലയ്ക്ക് മാർക്ക് ഉണ്ട്. root of 2 by pi integral 0 to infinity f of x sin sx dx എന്നാണ്.
സൈൻ എസ് എക്സ് ഡി എക്സ് എന്നാണ്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? 3x എന്നാണ് ഫംഗ്ഷൻ. അപ്പൊ 3x ഇൻറ്റു സൈൻ എസ് എക്സ് ഡി എക്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യണം. ഇവിടുത്തെ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് 6 ആണ്. ലോവർ ലിമിറ്റ് 0 എടുത്തു, അപ്പർ ലിമിറ്റ് 6 എടുത്തു. ഇനി ജനറൽ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3x ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എസ് എക്സ് ആണ്. അപ്പൊ നമ്മൾ 3x ഇൻറ്റു സൈൻ എസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എസ് എക്സ് ബൈ എസ് മൈനസ് 3xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3. പിന്നെ മൈനസ് കോസ് എസ് എക്സ് ബൈ എസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് സൈൻ എസ് എക്സ് ബൈ എസ്. ദെൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 18s കോസ് 6x പ്ലസ് ഇവിടെ 3 സൈൻ 6x ബൈ എക്സ് സ്ക്വയർ. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴോ ഇവിടെ 0 ആയിപ്പോൾ, ഇവിടെ x 0 ആയിപ്പോൾ, ഇവിടെ സൈൻ 0 0. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ മൊത്തം 0 ആയി. അപ്പൊ നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ എന്താണ്? റൂട്ട് ഓഫ് 2/5 ബ്രാക്കറ്റിൽ അകത്ത് എന്ത് വരും? 3 സൈൻ 6x മൈനസ് 18s കോസ് 6x ബൈ എക്സ് സ്ക്വയർ. കേട്ടോ? എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.